മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് 4-ാം പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു. വലിയ ക്ഷമയുടെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വ്യക്തി രൂപീകരണത്തിന്റെയും ഉജ്ജ്വല സ്നേഹത്തിന്റെയും പ്രതീകമായ അമ്മമാർ, ഒരായുസ് മുഴുവൻ മക്കൾക്കായി വീർപ്പിടുത്തി വളർത്തിയ അപ്പന്മാർ. എന്നാൽ ഇതൊന്നും ഓർക്കാനും ചിന്തിക്കാനും നേരമില്ലാതെ പ്രായമായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കി തങ്ങളെ കടമ നിറവേറ്റിയെന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ന്യൂജൻ സംസ്കാരം സ്വത്തിനും സുഖലോലുപതയ്ക്കും ആഡംബര ജീവിതത്തിനുമായി ദൈവദാനമായ മനുഷ്യജീവന് എന്തിന് സ്വന്തം അമ്മമാരെ പോലും കരുണയില്ലാതെ കൊന്നെടുക്കാൻ നമുക്ക് ഒരു മടിയുമില്ല. ഇതാ വേറിട്ടൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കരുണയുടെ മുഖം. കരുണയുടെ മുഖം. അതിനെ കഴിച്ചു പോയി ചേട്ടാ. കഴിച്ചെന്നോ? എന്നാ അതിന്റെ കാശിനാണ്. കാശിന്റെ കയ്യിൽ ഇല്ല ചേട്ടാ. ഇല്ലെന്നോ? എന്നാ നീ ഇന്ന് പോകണ്ടടാ. അമ്മയുടെ നിന്നെ എന്താ ചേട്ടാ പ്രശ്നം? ഇവൻ എന്റെ കടയിൽ നിന്നും പലഹാരം മോഷിച്ചു. കള്ളൻ. ഇവറ്റകളുടെ കള്ളം കാരണം ഇവിടെ ജീവിക്കാൻ പോലും പറ്റാതായല്ലോ. ഇവന്മാരിങ്ങനെ വളർത്തി വിട്ടാലേ പിന്നെ ഇവനൊക്കെ വലിയ കള്ളനായി തീരും. മാറി നില്ലടാ. ഇവൻ കുറെ നേരമായി എന്റെ കടയിൽ വന്ന് പലഹാരം ചോദിക്കുന്നു. ചോദിച്ചാൽ പറയാൻ കയ്യിൽ കാശില്ല എന്ന്. എനിക്ക് അപ്പോഴേ തോന്നി ഇവൻ ആൾ ശരിയല്ല എന്ന്. എവിടെടാ അടിച്ചു മാറ്റി സാധനം? പറയടാ, എവിടെയത്? ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കഴിച്ചു പോയി. നാണമില്ലേടാ മോഷ്ടിച്ചു തിന്നാൻ. വിശന്നിട്ടാ ചേട്ടാ, ഒരാഴ്ചയായി വല്ലതും കഴിച്ചിട്ട്. ഇവനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവന്റെ സഞ്ചി പരിശോധിക്കാൻ. ചേട്ടാ അതിനകത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കഴിച്ചു പോയി. ഞങ്ങളൊന്ന് നോക്കട്ടെടാ. ഇതെന്താ മുളക് പൊടിയോ? ഇതെന്താ മഞ്ഞപ്പൊടിയോ? ഇതെന്താ മൊബൈലിന്റെ ചാർജറോ? അതെനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാ ചേട്ടാ. എന്നാ പിന്നെ എന്തെങ്കിലും ഇരിക്കട്ടെ. എന്റെ ജാതകമാണ് കംപ്ലൈന്റാ. മോനെ, അമ്മയ്ക്ക് വയ്യടാ, നമുക്ക് പോകാം. ഓ, നടങ്ങി നിക്കണ്ട തള്ളേ. ഇതിന് വൈകിട്ട് വെച്ച് ഡോക്ടർ ഒന്നും പോകില്ല. പക്ഷേ ഇവനെ വിട്ടാൽ പിന്നെ കിട്ടില്ല. ആ എടാ, ഞങ്ങളെവിടെ കള്ളനെ പിടിച്ചു. നീ ഫ്രീ ആണെങ്കിൽ വാടാ, 2 കൊട്ടിട്ട് പോവാ. അത് രസമല്ലേ? ഓക്കെ. ആ എടാ, ഞങ്ങളെപ്പോലുള്ള കുറച്ച് മാന്യന്മാരെ ഇവിടെ കാവൽക്കാര് നിൽക്കുമ്പോ ഒരു കള്ളനും ഇവിടെ ജീവിക്കില്ലടാ, അല്ലേടാ? ഓ പിന്നല്ലാതെ. തോംസേട്ടാ ഒന്ന് നേരെ പിടിച്ച് സെൽഫി എടുക്കട്ടെ. എന്താ മോനെ ഇത്? അവനൊരു പാവമല്ലേ, അവനെ വിട്ടേക്ക്. ഓ, ഒന്ന് മാറി നിക്കണ്ട തള്ളേ. ഇനി മേലിൽ ഇവനെ പണി ചെയ്യരുത്. പോലീസിനെ വിളിക്കാൻ. വേണ്ട ചേട്ടായി, ഈ മാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നാ പിന്നെ വല്ലാത്ത കൊല്ലാപ്പാകും. വിട്ടേക്ക. അത് ശരിയാ, നല്ല അടി കൊട്ടിട്ട് വിട്ടേക്കാം. മതിയടാ മതി. ചത്തു കഴിഞ്ഞാല് ഇവനൊക്കെ വേണ്ടി സംസാരിക്കാൻ 1000 പേരുണ്ടാവും. വീട്ടേക്ക്. നീ ഇനി ഈ നാട്ടിൽ കണ്ടുപോയേക്കല്. ഓ അമ്മ ഇതെന്ത് നോക്കി വാ മോനെ പതുക്കെ. മോനെ, നീ ഇതെവിടെയായിരുന്നു? കഴിക്കാൻ എന്തേലും ഇപ്പൊ വാങ്ങിച്ചോണ്ട് തരാന്ന് പറഞ്ഞ
പോയിട്ട് എത്ര നേരമായി. എനിക്ക് വിശക്കുന്നു മോനെ. മോന്റെ മുഖത്ത് എന്ത് പറ്റി? ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ആ അത് പിന്നെ അമ്മേ, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ എങ്ങും ഒരു കടയില്ലായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ പോയിട്ടാണ് മേടിച്ചുകൊണ്ട് വന്നത്. അതുകൊണ്ടാ അമ്മേ. അമ്മയ്ക്ക് ഞാൻ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. മോൻ കഴിച്ചോ? ആ ഞാൻ കഴിച്ചു അമ്മേ. ഇവിടുത്തെ ആൾക്കാരെ നല്ല ആൾക്കാരാ, എനിക്ക് വയറ് നിറച്ചു തന്നു. മോൻ കഴിക്ക്. ഇത് നിന്റെ അമ്മയാണോ? അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷ്ടിച്ചത്? അപ്പോ നിനക്ക് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്താ നിങ്ങളാരും ചോദിക്കാതിരുന്നേ? വിശന്നിട്ടാണോ ഞാൻ മോഷ്ടിച്ചതെന്ന്? ഒരാഴ്ചയായി ഞാനും എന്റെ ഈ അമ്മയും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോകാൻ മടിയായിട്ടല്ല, എന്റെ ഹൃദയത്തിന് ഒരു തകരാറ്. എന്നാൽ എന്റെ സുഖമില്ലാത്ത അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റുമോ? വലിയ ജീവിതമൊന്നും അല്ലേലും ഈ മനോഹരമായ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നത് എന്റെ ഈ അമ്മയല്ലേ? താൻ എന്നോട് ക്ഷമിക്കണം. താൻ ഹാർട്ട് പേഷ്യന്റ് ആണ്, എനിക്ക് അറിയില്ലായിരുന്നു. വെറുതെ എന്നെ കുറിച്ച് ഓർത്ത് സാർ വിഷമിക്കേണ്ട. അതിനൊന്നും സംഭവിക്കില്ല. കാരണം ഇതിന്റെ അകത്ത് എന്റെ അമ്മയുണ്ട്, എന്റെ അമ്മ മാത്രം. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പെട്ടെന്നുള്ള ദേഷ്യം അല്ലേ സാറേ അങ്ങനെ സംഭവിക്കുന്നത്? എന്താണെന്നറിയാമോ സാറേ? ഹൃദയത്തിൽ കരുണയില്ലാത്തത് കൊണ്ടാ. എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്ന ആളല്ലേ നമ്മുടെ ഈ അമ്മ. അമ്മയെ ഹൃദയത്തോട് ചേർത്ത് വെക്കൂ സാറേ. അപ്പോൾ എല്ലാവരെയും മക്കളായി കാണാൻ സാധിക്കും. ഈ ലോകത്തിലുള്ളവർക്ക് അതാണായാലും പെണ്ണായാലും വേണ്ടത് ഒരമ്മ മനസ്സാണ്. വിശപ്പിന്റെ വില അറിയാവുന്ന ഒരമ്മ മനസ്സ്. പ്രിയമുള്ളവരെ, അല്പം കരുണ ഈ ലോകത്തെ നന്ദിയുള്ളതും നീതിയുള്ളതുമാക്കി മാറ്റി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്കൊന്നും പ്രചോദനമാകട്ടെ. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് യേശുവിന്റെ വാക്കുകൾ നമ്മിലെന്ന് മുഴുങ്ങട്ടെ. നന്ദി.
പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. തീരത്തെ പുൽകാൻ സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാൻ.